ആദായനികുതി ഇളവ് പരിധി 12 ലക്ഷമാക്കി ഉയർത്തി മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത് ബജറ്റ് പ്രഖ്യാപനം. 12 ലക്ഷം വരെ വരുമാനമുള്ളവർ ആദായനികുതി നൽകേണ്ട. ആവശ്യപ്പെട്ടവയൊന്നും ബജറ്റ് പരിഗണിച്ചില്ലെന്ന് മുഖ്യമന്ത്രി. തൃശൂർ ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. റേഷൻ കടയിൽ അരിയെത്തിയില്ല. റേഷൻ കടയുടമ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിൽ നിരാഹാര സമരം നടത്തി. കാടുകുറ്റി പഞ്ചായത്ത് വാളൂരിലെ റേഷൻ വ്യാപാരിയാണ് പൊരുവെയിലത്ത് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ആദായനികുതി ഇളവ് പരിധി 12 ലക്ഷമാക്കി ഉയർത്തി മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത് ബജറ്റ് പ്രഖ്യാപനം. 12 ലക്ഷം വരെ വരുമാനമുള്ളവർ ആദായനികുതി നൽകേണ്ട. 5 ലക്ഷം രൂപ വരെയുണ്ടായിരുന്ന ഇളവ് പരിധിയാണ് 12 ലക്ഷമാക്കി ഉയർത്തിയത്. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് വർദ്ധിപ്പിക്കും. 5 വർഷത്തിനുള്ളിൽ 75,000 മെഡിക്കൽ സീറ്റുകൾ. ആദിവാസി വനിതാ സംരംഭങ്ങൾക്ക് സഹായം. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇന്റർനെറ്റ് ഉറപ്പാക്കും. വനിതാ സംരംഭകർക്ക് 2 കോടി രൂപ വരെ വായ്പ. വഴിയോര കച്ചവടക്കാർക്കായി PM സ്വനിധി വായ്പാ സഹായം. ജൽജീവൻ പദ്ധതി 2028 വരെ. ആണവ മേഖലകളിൽ സ്വകാര്യ പങ്കാളിത്തം. ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം 74% നിന്ന് 100%. AI വിദ്യാഭ്യാസത്തിന് പുതിയ കേന്ദ്രം. ഇതിനായി 500 കോടി എന്നിങ്ങനെയാണ് മറ്റ് പ്രധാന പ്രഖ്യാപനങ്ങൾ. അതേസമയം കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങളെയാകെ നിരാകരിച്ച കേന്ദ്ര വാർഷിക പൊതു ബജറ്റിലെ സമീപനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളം 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു. വയനാടിന്റെ പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടു. വിഴിഞ്ഞത്തിന് അതിന്റെ ദേശീയ പ്രാധാന്യം കൂടി അംഗീകരിക്കും വിധമുള്ള പരിഗണന വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇവയൊന്നും ബജറ്റ് പരിഗണിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ നടത്തിയ മിന്നൽ പണിമുടക്ക് പിൻവലിച്ചു. പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. മാപ്രാണത്ത് റോഡ് നിർമ്മാണം നടക്കുന്നിടത്ത് ഒറ്റവരി ഗതാഗതം പാലിക്കാതെ എതിർദിശയിൽ വാഹനം വരുന്നതുമൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്കാണ് പണിമുടക്കിന് കാരണം. വിഷയത്തിൽ അധികൃതർ ഇടപെടുന്നില്ലെന്നാരോപിച്ചാണ് സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയത്. മാപ്രാണം മുതൽ പുത്തൻതോട് വരെ റോഡ് നിർമ്മാണം ആരംഭിച്ചതോടെ നിലവിൽ തൃശൂരിൽ നിന്നും ഇരിഞ്ഞാലക്കുടയിലേക്ക് ഒറ്റവരി ഗതാഗതമാണ്. ഇരിഞ്ഞാലക്കുടയിൽ നിന്നും തൃശൂരിലേക്കുള്ള വാഹനങ്ങൾ പൊറുത്തുശ്ശേരി വഴി ചെമ്മണ്ട, കാറളം, മൂർക്കനാട് വഴി പുത്തൻതോട് എത്തി തിരിഞ്ഞു പോകേണ്ടത്. എന്നാൽ ഈ വാഹനങ്ങൾ നിയന്ത്രണം തെറ്റിച്ച് വലിയ തോതിൽ നിർമ്മാണം നടക്കുന്ന റോഡിലൂടെ എത്തുന്നത് വലിയ ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. അതിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. റേഷൻ കടയിൽ അരി എത്തിയില്ല. റേഷൻ കടയുടമ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിൽ നിരാഹാര സമരം നടത്തി. കാടുകുറ്റി പഞ്ചായത്ത് വാളൂരിലെ റേഷൻ വ്യാപാരി PK നൌഷാദാണ് പൊരുവെയിലത്ത് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. താലൂക്കിലെ 17 റേഷൻ കടകൾക്ക് 1-ാം തീയതിയായിട്ടും റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്തിട്ടില്ല. വാതിൽപ്പടി വിതരണം നടത്തുന്ന കരാറുകാരനും ചുമട്ടുതൊഴിലാളികളും തമ്മിലുള്ള തർക്കമാണ് പ്രശ്നത്തിന് കാരണമെന്ന് പറയുന്നു. റേഷൻ വിതരണത്തിനെതിരെ പ്രതിഷേധിക്കുവാൻ തയ്യാറായാൽ അവർക്കും ഏറ്റവും അവസാനമാണ് റേഷൻ വിതരണം നടത്തുന്നതെന്നും പറയപ്പെടുന്നു. റേഷൻ വിതരണത്തിലും രാഷ്ട്രീയം നോക്കുന്നതായി പരാതിയുണ്ട്. കരാറുകാരന്റെ ആവശ്യപ്രകാരം അമിത ലോഡ് കയറ്റി തൊഴിലാളികൾ തയ്യാറാവാതിരിക്കുന്നതാണ് തർക്കത്തിന് കാരണമാകുന്നത്. കയറ്റിയിറക്കിനെ ചൊല്ലി മാസങ്ങളായി നിലവിൽ തർക്കമുണ്ട്. കരാറുകാരനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ട അധികൃതർ തയ്യാറാവാതിരിക്കുന്നതാണ് പ്രശ്നം. അമിത ലോഡ് കയറ്റി കൂടുതൽ ലാഭം കൊയ്യുവാനാണ് കരാറുകാരന്റെ ശ്രമം. പ്രതിഷേധ സമരം നടത്തിയ നൌഷാദിന് പിന്തുണയുമായി AKRDA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PD പോൾ, ചാലക്കുടി നഗരസഭ മുൻ ചെയർമാൻമാരായ VO പൈലപ്പൻ, എബി ജോർജ്, കൗൺസിലർമാരായ ഷിബു വാലപ്പൻ, ജോർജ് തോമസ് മാളിയേക്കൽ തുടങ്ങിയവർ സമരപന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഉച്ചയോടെ റേഷൻ കടയിൽ സാധനങ്ങൾ എത്തിയതോടെ കടയുടമ പ്രതിഷേധ സമരം അവസാനിപ്പിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചയാൾക്ക് ഇരട്ട ജീവപര്യന്തം തടവും 1.10 ലക്ഷം രൂപ പിഴയും കൊടുങ്ങല്ലൂർ അതിവേഗ പോക്സോ കോടതി ജഡ്ജി V വിനീതയാണ് ശിക്ഷ വിധിച്ചത്.
നാടോടി വിഭാഗത്തിൽപ്പെട്ട മുത്തുവിനെയാണ് ശിക്ഷിച്ചത്. 2022 മെയ്യിൽ എടമുട്ടത്താണ് സംഭവം. ജീവപര്യന്തം എന്നാൽ ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലം മുഴുവനായി തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടതാണെന്നും ഉത്തരവിൽ പ്രത്യേകം പറയുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KS സുലാൽ ഹാജരായി. വായനയാണ് എന്റെ ലഹരി എന്ന തീരുമാനത്തിലേക്ക് കുട്ടികളെ എത്തിക്കണമെന്ന് E.T. ടൈസൺ MLA പരന്ന വായനയിലൂടെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയുമെന്നും E.T. ടൈസൺ MLA പറഞ്ഞു. കയ്പമംഗലം മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയുടെ ഭാഗമായ കലാമുറ്റത്തിന്റെ നേതൃത്വത്തിൽ MLA പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലത്തിലെ എല്ലാ പ്രൈമറി വിദ്യാലയങ്ങൾക്കും നൽകുന്ന പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. ശ്രീനാരായണപുരം, മതിലകം എന്നീ ഗ്രാമപഞ്ചായത്ത് തല വിതരണോദ്ഘാടനമാണ് നടന്നത്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, ചിന്ത പ്രഭാത് ബുക്ക് ഹൗസ്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നീ പബ്ലിക്കേഷൻസിന്റെ 3 ലക്ഷം രൂപയുടെയും സബ്സിഡി ഇനത്തിലെ പുസ്തകവും കൂടി മണ്ഡലത്തിലെ 65 വിദ്യാലയങ്ങൾക്ക് നൽകുന്ന പരിപാടികൾ വരും ദിവസങ്ങളിൽ പൂർത്തീകരിക്കുമെന്നും E.T. ടൈസൺ മാസ്റ്റർ MLA പറഞ്ഞു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് മുഖ്യാതിഥിയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അയൂബ്, വാർഡ് മെമ്പർ ജിനൂബ്, സെന്റ് മേരീസ് പ്രധാന അധ്യാപിക സിസ്റ്റർ പാവന, മതിലകം BPC റസിയ TM, കലാമുറ്റം കൺവീനർ NB ജ്യോതി, PTA പ്രസിഡന്റുമാരായ VM ഫൈസൽ, ഫാത്തിമ, സ്കൂൾ വികസന സമിതി അംഗം PR ഗോപി, MA RM ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ AG സനിൽ എന്നിവർ സംസാരിച്ചു. എച്ചിപ്പാറയിൽ വീടിന് നേരെയുണ്ടായ കാട്ടാൻ ആക്രമണത്തിൽ നിന്ന് വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴക്കി. എച്ചിപ്പാറ സ്വദേശി തവരംകുന്നത്ത് ബഷീറിന്റെ വീടിന് നേരെയാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം. വീടിന്റെ ജനൽ കാട്ടാന തകർത്ത നിലയിലാണ്. വീട്ടുകാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് കാട്ടാനയുടെ ആക്രമണം. ശബ്ദം കേട്ട് വീട്ടുകാർ എണീറ്റ് മുറിയിൽ നിന്നും ഓടിമാറി. ബഷീറിന്റെ വീട്ടുപറമ്പിലെ വാഴകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഭീതിയൊഴിയാതെയാണ് ഈ കുടുംബം ഓരോ രാത്രിയും കഴിച്ചുകൂട്ടുന്നത്. ഒരാഴ്ച മുമ്പ് ഇവരുടെ വീട്ടിലെ തൊഴുത്താന തകർത്തിരുന്നു. സമീപത്തെ വീട്ടിലെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങും ആന പിഴുതെടുത്തിരുന്നു. മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണെന്നും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും വീട്ടുടമ ആവശ്യപ്പെട്ടു. ഞാൻ ഇവിടെ താമസമായിട്ട് കുറെ കാലമായി. ചെറുപ്പം മുതലേ ഇവിടെ താമസമുള്ളതാണ്. ഇപ്പം ഇത്രയും കാലത്തിലടക്ക് നമുക്ക് ഈ ആനയുടെ ശല്യം വന്നത് ഇപ്പോൾ ഒരു 5-6 മാസമായിട്ടാണ് മെയിനായിട്ട് ഇവിടെ ആനയുടെ ശല്യം വരുന്നത്. ഇവിടെ ഈ പുഴയുടെ അടുത്ത് കൂടി 2 സൈഡിൽ നിന്നും ആനകൾ വന്ന് അതിലെ പുഴ കടന്നും കൂടെ വരുന്നുണ്ട്. ഇത് മുകളിൽ നിന്ന് കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് മിഞ്ഞാന്ന് വന്നിട്ട് അതേമാതിരി വാഴ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. വാഴ വന്ന് വലിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ ഈ സൗണ്ട് കേട്ടിട്ട് നമ്മൾ എനിച്ചത് ഇന്നലെ രാത്രി വന്ന് ആന ഇവിടെ കയറിയിട്ട് നമ്മൾ വീടിനോട് ചാരി കയറിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഈ മാവിൻ്റെ ഉള്ളിൽ നിന്ന് ആന നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇവിടെ ജനല തുറന്നിട്ടിട്ട് ഇവിടെ ആനയെന്ന് പറഞ്ഞ വശം ഈ ആന തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് വന്ന് ഈ ജനലമേ പിടിച്ച് അത് തകർന്നു പോയി. ജനലൊക്കെ തകർന്നു പോയി. കാട്ടാന ശല്യം മേഖലയിൽ രൂക്ഷമായതോടെ ആളുകൾ ഭീതിയിലാണെന്നും തോട്ടങ്ങളിലെ കാലഹരണപ്പെട്ട റബ്ബർ മരങ്ങൾ റീപ്ലാന്റ് നടത്തിയാൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാനക്കൂട്ടം എത്തുന്നത് ഒരു പരിധിവരെ തടയാനാകുമെന്നും പഞ്ചായത്ത് അംഗം അഷ്റഫ് ചാലിയത്തൊടി പറഞ്ഞു. കാട്ടാന ശല്യത്തിനു പുറമെ കുരങ്ങിന്റെയും മലയണ്ണാന്റെയും ശല്യം മൂലം കൃഷി നടത്താൻ കഴിയാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. ഇനി മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രിത പദ്ധതിയുടെ ഭാഗമായി പൊതുജലാശയങ്ങളിലെ കാര ചെമ്മീൻ വിത്ത് നിക്ഷേപം കൃഷ്ണൻകോട്ട കായലിൽ നടന്നു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ പൊതുജലാശയങ്ങളിൽ മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതി നടപ്പിലാക്കാറുണ്ട്. ഇത് ഈ മത്സ്യത്തൊഴിലാളികളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇങ്ങനെ പദ്ധതി ജില്ലാ പഞ്ചായത്ത് സംയുക്തമായി നടത്തുന്നത്. എന്തായാലും നമ്മുടെ മത്സ്യ കർഷകരെ സഹായിക്കാനായിട്ട് ഇങ്ങനെയുള്ള പദ്ധതികൾ ഇനിയും മുന്നോട്ട്. ഇപ്പോൾ ചെമ്മീൻ, കാരച്ചെമ്മീനാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കരിമീനും പിലോപ്പിയും അതുപോലെ പൂമീനൊക്കെയാണ് നിക്ഷേപിച്ചത്. അപ്പോൾ ഏതായാലും നമ്മുടെ കായലിൽ, നമ്മുടെ ഈ പുഴയിൽ മത്സ്യസമ്പത്ത് സമൃദ്ധമായി വളരട്ടെ.
ഇത് മത്സ്യ കർഷകർക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ അധ്യക്ഷത വഹിച്ചു. രാജേഷ് മോഹൻ, AS ബിജീഷ്, MM ജിബിന, പഞ്ചായത്ത് സെക്രട്ടറി TC ഗീത തുടങ്ങിയവർ സംസാരിച്ചു. മുരിയാട് പഞ്ചായത്തിന്റെ 3ാം 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ആനന്ദപുരം ശ്രീകൃഷ്ണ സ്കൂളിൽ സാനിറ്റേഷൻ കോംപ്ലക്സ് നിർമ്മാണോദ്ഘാടനം നടന്നു. മുരിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ദേവി ശിലാസ്ഥാപനം നിർവഹിച്ചു. വാർഡ് മെമ്പർ K വൃന്ദകുമാരി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ശ്രീജിത്ത് പട്ടത്, PTA പ്രസിഡന്റ് TS മനോജ് കുമാർ, പ്രധാന അധ്യാപകൻ T അനിൽകുമാർ, AN വാസുദേവൻ, പഞ്ചായത്ത് മെമ്പർമാരായ നിജി വത്സൻ, പഞ്ചായത്ത് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവർ പങ്കെടുത്തു. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക വർഷത്തെ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയ നിർമ്മല മെനിസ്ട്രുവൽ കപ്പ് വിതരണം പ്രൊജക്ടിന്റെ ഭാഗമായി പഞ്ചായത്തിലെ ഗുണഭോക്താക്കൾക്കായി മെനിസ്ട്രുവൽ കപ്പ് വിതരണം ചെയ്തു. പ്രൊജക്ടിന്റെ ഉദ്ഘാടനം കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന് റോസമ്മ, സജിനി സന്തോഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ TG സുധ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രൊജക്ട് അസോസിയേറ്റ് ഡോക്ടർ അർച്ചന മെനിസ്ട്രുവൽ കപ്പ് ഉപയോഗത്തെക്കുറിച്ച് ഗുണഭോക്താക്കൾക്ക് ക്ലാസ് നൽകി. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണം എഴുത്തുകാരനും സംവിധായകനുമായ രാജേഷ് നാരായൺ നിർവഹിച്ചു. മികവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള പുരസ്കാരങ്ങൾ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് BS ദിനൽ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് PB രഘു അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS ഖൈസാബ്, പ്രധാന അധ്യാപിക ഷൈനി ജോസ്, പ്രിൻസിപ്പൽ ഇൻചാർജ് K മിനി, SMC ചെയർമാൻ നവാസ് പടുവിങ്ങൽ, MPTA പ്രസിഡന്റ് PS സനിത, സ്റ്റാഫ് സെക്രട്ടറി നിമ്മി മേപ്പുറത്ത്, സ്കൂൾ ലീഡർ K ബാലവർമ്മ, സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ K ഉഷാ നന്ദിനി, PM ഏലിയാമ്മ, CG മുരളീധരൻ, TG അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാൾ ഫെബ്രുവരി 7, 8, 9, 10 തീയതികളിലായി നടക്കും. ഫെബ്രുവരി 5 ബുധനാഴ്ച വൈകിട്ട് 4:45 തിരുനാൾ കൊടിയേറ്റം നടക്കും. തുടർന്ന് ദിവ്യബലിക്ക് ഫാദർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ കാർമ്മികത്വം വഹിക്കും. ഫെബ്രുവരി 8 വിവിധ സമുദായങ്ങളുടെ അമ്പെഴുന്നള്ളിപ്പ്. ഫെബ്രുവരി 9 ഞായറാഴ്ച രാവിലെ 10 ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് പോളി കണ്ണുകാടൻ കാർമ്മികത്വം വഹിക്കും. നിർധനരായവർക്ക് ഭവനമൊരുക്കുവാൻ കൂടൊരുക്കുവാൻ കൂടെയുണ്ട് പദ്ധതിയിലൂടെ 21 വീടുകൾ നിർമ്മിച്ചു നൽകുന്നു. കൂടാതെ ഡയാലിസിസ് രോഗികൾക്ക് ചില്ലറക്കാരൻ പദ്ധതിയിലൂടെ ചികിത്സാ സഹായം നൽകുന്നു. 2025 ഫെബ്രുവരി 9 തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് 17 ഭവനങ്ങളുടെ അടിസ്ഥാന ശില ആശീർവാദവും 4 ഭവനങ്ങളുടെ വെഞ്ചിരിപ്പ് കർമ്മവും ഇരിഞ്ഞാലക്കുട രൂപത ബിഷപ്പ് പോളി കണ്ണുകാടൻ നിർവഹിക്കുന്നു. നിർധനരായ പെൺകുട്ടികൾക്ക് വിവാഹ സഹായം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തിരുനാൾ ഫെസ്റ്റ്, BNI എക്സിബിഷൻ എന്നീ മേളകൾ നടക്കും. തിരുനാളിന്റെ വിവിധ ദിവസങ്ങളിലായി 52-ൽ പരം അമ്പ് പ്രദക്ഷിണങ്ങളാണ് വിവിധ സമുദായങ്ങൾ ഒരുക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ വികാരി വർഗീസ് പാത്താടൻ, ജനറൽ കൺവീനർ സൈബു മാളക്കാരൻ, ജോഷി പുത്തിരിക്കൽ, ലിജോ മുളങ്കാടൻ, കൈക്കാരന്മാരായ ഡേവിസ് മൽപ്പാൻ, ഡേവിസ് തെക്കൻ മാച്ചമ്പിള്ളി, ഷാജൻ ജോൺ കച്ചിറക്കൽ, ജോൺ ആളുകാരൻ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ അഖിൽ തണ്ടിയേക്കൽ, ഫാദർ ക്രിസ്റ്റി ചിറ്റക്കര തുടങ്ങിയവർ അറിയിച്ചു. ചാലക്കുടി സെൻട്രൽ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ അതിരപ്പള്ളി റൺ മാരത്തൺ 2025 ഫെബ്രുവരി 23 ഞായറാഴ്ച നടത്തും. സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്കിൽ നിന്ന് പുലർച്ചെ 5 മണിക്ക് ആരംഭിക്കുന്ന മാരത്തൺ രാവിലെ 10 മണിയോടെ സമാപിക്കും. കായിക അഭിരുചി വളർത്തുന്നതിനും ആരോഗ്യ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ ഓട്ടം സംഘടിപ്പിക്കുന്നത്. ഈ മാരത്തൺ 21 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 3.3 കിലോമീറ്റർ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി നടത്തുന്നു. മത്സരാർത്ഥികളുടെ പ്രായമനുസരിച്ച് 18 ഗ്രൂപ്പുകളായി തിരിച്ച് എല്ലാ വിഭാഗങ്ങളിലും ആദ്യമെത്തുന്ന 7 സ്ഥാനക്കാർക്ക് സമ്മാനം നൽകും. വാർത്താ സമ്മേളനത്തിൽ കോർഡിനേറ്റർ ബിബിൻ ജോസഫ് മാണിക്കത്താൻ, പ്രസിഡന്റ് ഡോക്ടർ ജെറി ജേക്കബ്, അതിരപ്പള്ളി റൺ മാരത്തൺ ചെയർമാൻ ക്രിസ്റ്റോ തോമസ്, അനീഷ് പൈനാടത്ത്, ഡോക്ടർ റിയോ രാജൻ മാത്യു, സെക്രട്ടറി ഷോബി കണിച്ചായ്, ട്രഷറർ തമ്പി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും.
ആദായനികുതി ഇളവ് പരിധി 12 ലക്ഷമാക്കി ഉയർത്തി മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത് ബജറ്റ് പ്രഖ്യാപനം. 12 ലക്ഷം വരെ വരുമാനമുള്ളവർ ആദായനികുതി നൽകേണ്ട. ആവശ്യപ്പെട്ടവയൊന്നും ബജറ്റ് പരിഗണിച്ചില്ലെന്ന് മുഖ്യമന്ത്രി. തൃശൂർ ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. റേഷൻ കടയിൽ അരിയെത്തിയില്ല. റേഷൻ കടയുടമ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുൻപിൽ നിരാഹാര സമരം നടത്തി. കാടുകുറ്റി പഞ്ചായത്ത് വാളൂരിലെ റേഷൻ വ്യാപാരിയാണ് പൊരുവെയിലത്ത് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.